എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററായിട്ടിലേക്ക് സ്വാഗതം. ഇനി അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Capacity to love, surrender, joy, spiritual quest, positive outlook, belongings. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെയധികം സാധ്യതകളുള്ളൊരു മാസം ആണ്. കുടുംബ അന്തരീക്ഷത്തില് കുടുംബജീവിതം ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുടുംബജീവിതത്തില് അത് ഒരു ഡിവോഴ്സിന്റെ, വിവാഹമോചനത്തിന്റെ ഒക്കെ വക്കീലെത്തി നിൽക്കുന്നവരാണെങ്കിൽ, അതേപോലെ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ കുടുംബ അന്തരീക്ഷത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടുള്ളവരും, ഇങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തില് ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, നാളുകൾക്ക് ശേഷം നിങ്ങൾ തമ്മിൽ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വസ്ഥമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം, അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷം, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു കുറച്ച് നാളുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് ഓരോരുത്തരുടെയും നക്ഷത്രത്തിന്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് രാശി എവിടെ ഏത് ഗ്രഹത്തിലും എന്നൊക്കെ ഉള്ളത് നോക്കിയതിനു ശേഷം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്ന ഈ ഒരു മാസം കുടുംബാന്തരീക്ഷത്തിലൊക്കെ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ആ ഒരു പ്രശ്നങ്ങൾ മാറുന്നതിന്റെ ഒരു തുടക്കമായിരിക്കും. ഇതുവരെ ഉള്ളതിൽ നിന്നൊക്കെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ അടുത്തിടയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടായതിന് കാരണം ഒരു പക്ഷെ നിങ്ങളുടെ കുടുംബത്തില് ഉള്ള നിങ്ങളുടെ അതായത് ഭർത്താവിന്റെയോ ഭാര്യയുടെയോ അച്ഛനോ അമ്മയോ ഒക്കെ ആയിരുന്നിരിക്കാമെങ്കിൽ അടുത്തിടയ്ക്ക് അവർ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയതുമാവാം അതിനൊരു കാരണം എന്ത് തന്നെ ആയാലും ഈ ഒരു ഓഗസ്റ്റ് മാസത്തോടു കൂടിയിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതേപോലെ പ്രണയത്തിന്റെ ഒരു മാസമാണിത്. പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാവാം. വിവാഹം കഴിക്കാത്തവർ, അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും സിംഗിൾ ആയിട്ടുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മൂടി മറച്ചു വെക്കുന്നുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ഒത്തിരി അനാവശ്യമായിട്ടുള്ള സ്വഭാവ ദൂഷ്യത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയമാണ്. അപ്പോൾ ഈ സ്വഭാവ ദൂഷ്യങ്ങൾ പലതും നിങ്ങൾ അകറ്റി നിർത്താൻ തുടങ്ങുന്നതുമാവാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതൊരു പ്രണയം അങ്ങനെയുള്ളൊരു കാര്യം തന്നെ ആയിരിക്കണം എന്നില്ല, ഒരു സൗഹൃദം കൂടിയാവാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ ഒരു സുഹൃത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തണിഞ്ഞിട്ട് ഈ ഒരു മുഖം മൂടി, സന്തോഷത്തിന്റെ മുഖം മൂടി മാറ്റി അതിന്റെ ഉള്ളിലുള്ള സങ്കടം മനസ്സിലാക്കുകയും നിങ്ങളെ മനസ്സിലാക്കുകയും ശ്രമിക്കുന്നത് കൊണ്ടാവാം നിങ്ങൾ ആ ഒരു സൗഹൃദം നിങ്ങളെ ജീവിതം തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്നു എന്ന് തന്നെ പറയാം. അതേപോലെ ചില കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലാണ്, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിന് കീഴടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ തോറ്റു പോവുകയല്ല. അപ്പോൾ ചിലയിടങ്ങളിൽ നമ്മൾ കീഴടങ്ങുക, പിന്നെ ബാക്കിയുള്ളിടത്ത് എന്താണ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട്, അതായത് നമ്മൾ എന്ത് ചെയ്താലും ഒന്നും ശരിയാവില്ല എന്നുള്ളിടത്ത് നമ്മൾ കൂടുതൽ അതിനുവേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക, വെയിറ്റ് ചെയ്യുക എന്താണ് സംഭവിക്കുക എന്നുള്ളത്. പക്ഷെ അതേസമയം നമുക്ക് മറികടക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ നമ്മൾ അപ്പോഴും മറികടന്നുകൊണ്ടിരിക്കുക. എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇനി എന്ത് ചെയ്യും, ഒന്നും നടക്കില്ലല്ലോ, നടക്കില്ല എന്ന് ഉറപ്പുണ്ട്, അതായത് ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ ഇല്ലാതെ നടക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കാൻ പോവാതിരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളിൽ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു കാര്യം ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മാസമായതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ഇത് നിങ്ങൾ ദൈവത്തിങ്കൽ അർപ്പിച്ചിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളായിട്ട് പ്രയത്നിക്കേണ്ടടുത്ത് നിങ്ങൾ പ്രയത്നിക്കുകയും അതിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്നതിലൂടെ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം. അതേപോലെ തന്നെ ചില ആളുകൾ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രമോഷൻ, ശമ്പള വർധനവ്, ജോലിയിൽ ഉയർന്ന സ്ഥാനക്കയറ്റം ഇതൊക്കെ ലഭിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മേലധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അവാർഡുകൾ അതുപോലുള്ള കാര്യങ്ങൾ ജോലി ലഭിക്കുന്നുണ്ട്. അപ്പൊ ജോലി സംബന്ധമായിട്ട് ഒത്തിരി സന്തോഷം തരുന്ന ഒരു മാസം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം. അപ്പോൾ ജോലിയിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ ലഭിക്കുന്നു. അടുത്തിടയ്ക്ക് ജോലി സംബന്ധമായിട്ട് വലിയൊരു സന്തോഷമൊന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളിലുള്ളതെങ്കിൽ ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി ഒക്കെ മാറി ഒരു സംതൃപ്തിയും സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി പലപ്പോഴും നിങ്ങളെ പുറകോട്ടേക്ക് ആക്കി തള്ളി മാറ്റിയിട്ടുണ്ട് ആളുകൾ എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നല്ല ഒരു സമാധാനവും സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം, സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ള ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്പിരിച്വൽ ക്വസ്റ്റ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു മാസം നിങ്ങൾ ഒത്തിരി സംതൃപ്തിയുള്ള ഒരു മാസമാണെന്ന് പറഞ്ഞു, കുടുംബത്തിലായാലും ജോലി സംബന്ധമായിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി വേറെ പല കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ വേറെ പല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ജോലി, കുടുംബ അന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പാഷൻ, ജോലിക്കോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ ഫ്രീ ടൈമിൽ ചെയ്യുന്ന നിങ്ങളുടെ ഹോബീസും മറ്റു കാര്യങ്ങളും, അതുപോലെ നിങ്ങളുടെ നിയോഗം, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫ് പേർപ്പസ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കിയ മുന്നോട്ടേക്ക് പോവാം. അതിന്റെ പല അർത്ഥതലങ്ങൾ, നിങ്ങളുടെ ജീവിതം തന്നെ എന്തിനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ ജീവിതത്തെക്കുറിച്ച് ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാനും മറ്റുമൊക്കെ തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. ദൈവം എന്നുള്ള അല്ലെങ്കിൽ വിശ്വാസം എന്താണ്, ദൈവം എന്താണ്, ശാസ്ത്രം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ഗാഢമായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ആ ഒരു സാഹചര്യം ഇവിടെ സാധ്യമാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകൾ ജോലി ഉള്ളവരാണെങ്കിൽ പോലും, ഇനി ജോലി ഇല്ലാത്തവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും ഒരു ബിസിനസ് സാധ്യതയുണ്ട്. അപ്പോ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ഒരു ജോലിക്ക് പോലും പോയിട്ടില്ലാത്തവരാണെങ്കിലും ചെറിയ രീതിയിലൊരു ബിസിനസ് തുടങ്ങി അതൊരു നല്ല വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ചെറിയ രീതിയിൽ ബിസിനസ് എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അത് വിറ്റ് പോകുമ്പോൾ വീണ്ടും അത് ചെയ്യാം. അങ്ങനെ പതുക്കെ പതുക്കെ ഒരു വിചാരിച്ചിട്ട് ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ഒരു കാലേക്കൂട്ടി തീരുമാനിച്ചൊരു കാര്യമൊന്നും ആവില്ല. അപ്രതീക്ഷിതമായിട്ട് വെറുതെ ചെയ്യും. അപ്പൊ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങളുടെ നിയോഗം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ജീവിതം നൽകുക എന്നുള്ളത് കൂടിയിട്ടാണ് എന്നുള്ളത് അതായത് നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം ജീവിതമാർഗം ഇല്ല എന്ന് ചിന്തിച്ചിരുന്നിടത്ത് നിന്ന് മറ്റുള്ളവർക്കും കൂടി ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു എനർജിയാണ്, ആ ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ജീവിതത്തെ നോക്കിക്കാണുന്ന സമയമാണ്. കാരണം നമ്മൾ പലപ്പോഴും ജീവിതത്തെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്ന, ജീവിതം എല്ലാ അർത്ഥത്തിലും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ നമ്മളെല്ലാം നമ്മൾ പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കാര്യത്തിന് ഒരാളായിട്ട് വഴക്കിടുകയോ അല്ലെങ്കിൽ അയാളെ ചീത്ത പറയുകയോ ചെയ്തിട്ടുള്ള അതേ കാര്യത്തിന് നമ്മൾ ബാക്കിയുള്ള ജീവിതത്തിൽ ഇപ്പോൾ ജോലി, കുടുംബം എല്ലാത്തിലും സന്തോഷമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതേ കാര്യത്തിന് ആ വ്യക്തിയെ ചിലപ്പോൾ ചീത്ത പറയുന്നുണ്ടാവില്ല. മറിച്ച് ആ വ്യക്തിയോട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ, അത് കുഴപ്പമില്ല എന്നൊക്കെ ആയിരിക്കും മറുപടി പറയാം. അപ്പോൾ ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ചിട്ടായിരിക്കും പെരുമാറുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംതൃപ്തിയും സമാധാനവും, ഹാപ്പി ഡേയ്സ് ആർ കമ്മിങ് ബാക്ക് എന്നുള്ളതാണ് കാണിക്കുന്നത്. സന്തോഷനിർഭരമായിട്ടുള്ള ആ ഒരു ജീവിതം ചിലപ്പോൾ നിങ്ങൾ ബാല്യത്തിന് ശേഷം, വിവാഹത്തിന് ശേഷം ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹശേഷം അതൊക്കെ മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ബിലോങ്ങിങ്സ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മളുടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിൽ നിന്ന് സഹായം ചോദിക്കുക, അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവർ വരെ സഹായം ചോദിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ എല്ലാവരിൽ നിന്ന് സഹായം ചോദിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുക. ചില സമയങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സഹായം മറ്റുള്ളവരുടെ ആവശ്യം വേണ്ടി വരും. പക്ഷെ എപ്പോഴും മറ്റുള്ളവരുടെ സഹായം തേടാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ആവശ്യമുള്ളിടത്ത് മാത്രം നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ മാത്രം സഹായം ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു രീതിയിലായിരിക്കും ആളുകൾ കാണുന്നത്. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.